നമസ്കാരം. ഞാൻ ഡോക്ടർ നിത്യ ഹരിദാസ്. കൊച്ചി അമൃത ആശുപത്രിയിലെ ശ്വാസരോഗ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ന് ലോക ആസ്മ ദിനം. ആസ്മ എന്നുള്ള രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നതാണ് ലോക ആസ്മ ദിനം. അപ്പോൾ ആസ്മ എന്നാൽ എന്ത്? പലപ്പോഴും നമ്മൾ വളരെയധികം പേടിയോടുകൂടെ അയ്യോ ആസ്മയാണ് എന്നാണ് ചിന്തിക്കുന്നത്. ആസ്മ ഇത്രയും പേടിക്കേണ്ട ഒരു അസുഖമാണോ? എന്തുകൊണ്ട് ആസ്മ വരുന്നു? ആസ്മ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത് കുറേ ജനിതകമായ കാരണങ്ങൾ കാരണം തന്നെയാണ്. അച്ഛനും അമ്മയ്ക്ക് തന്നെ ഉണ്ടാവണം എന്നില്ല. അല്ലാതെ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ആസ്മ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജനിതകമല്ലാതെ ചെറുപ്പത്തിൽ വരുന്ന ഇൻഫെക്ഷൻസ്, പിന്നെ ഓവറായിട്ടുള്ള വണ്ണം, പൊല്യൂഷനോടുള്ള എക്സ്പോഷർ, അങ്ങനെയുള്ള പല കാരണങ്ങളും ഈ ആസ്മയുടെ ഒരു കാരണമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതല്ലാതെ നമുക്കൊരു ഇമ്മീഡിയറ്റ് ട്രിഗർ, ആസ്മയിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന് മൂലകാരണവും പിന്നെ ട്രിഗറിങ് ഇവൻറ്റും. ട്രിഗറിങ് ഇവൻ്റായിട്ട് വരുന്നത് പലപ്പോഴും നമ്മളുടെ ഈ അന്തരീക്ഷത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതായത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ, എന്തെങ്കിലും പൊല്യൂഷനോടുള്ള എക്സ്പോഷേഴ്സ്, നമുക്കിപ്പോൾ ഇതിപ്പോൾ വീട്ടിൽ പെയിൻ്റ് അടിച്ചാൽ ചിലപ്പോൾ ആ പെയിൻറ്റിനോടുള്ള സ്മെല്ല്, അങ്ങനെ രൂക്ഷമായ ഗന്ധങ്ങൾ, എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ്, അതെല്ലാം ആസ്മയുടെ കാരണങ്ങളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. അപ്പോൾ ഈ ആസ്മയെ തടയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബേസിക് പ്രോസസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ, ആ ഇൻഫ്ലമേഷൻ നമ്മളുടെ ജനിതകമായ കാരണങ്ങളും മറ്റു ചെറുപ്പത്തിൽ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള പല കാരണങ്ങൾ കാരണമാണ് ഉണ്ടാവുന്നത്. ആ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനായിട്ട്, ആ വീക്കത്തെ കുറയ്ക്കാനായിട്ട് പല രീതിയിലുള്ള മരുന്നുകൾ എടുക്കേണ്ടി വരും. അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മരുന്നുകൾ. ആൻറ്റി ഇൻഫ്ലമേറ്ററി നമ്മൾ ഇംഗ്ലീഷ് സിസ്റ്റം ഓഫ് മെഡിസിനിൽ കൂടുതലും ഇൻഹേലറുകളായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് കുറേ കൂടെ സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വേൾഡ് ആസ്മ ഡേയിൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ് ലോകമെമ്പാടും ഈസി ആയിട്ട് അവൈലബിൾ ആക്കണം എന്നതാണ് ഈ വേൾഡ് ആസ്മ ഡേയുടെ തീം. കാരണം ഇൻഹേലറുകളിലൂടെ നമുക്ക് ഈ ആസ്മയ്ക്ക് ഒരു തടയിടാനും വീണ്ടും വീണ്ടും ഈ ആസ്മ അറ്റാക്സ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നതാണ്.